കാരണം ക്യാപ്റ്റൻ കാണുന്നില്ല കണ്ടെയ്നറിനകത്തിൽ എന്താ ലോഡ് ചെയ്യുന്നത്, വെസൽ ഓപ്പറേറ്റേഴ്സ് കാണുന്നില്ല എന്താ ലോഡ് ചെയ്യുന്നത്. ഡിക്ലറേഷൻ വരുന്നത് ഈ എക്സ്പോർട്ടറുടെ അല്ലെങ്കിൽ ഷിപ്പറുടെ ഭാഗത്തു നിന്നാണ്. ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ കാർഗോ അതായത് പലപ്പോഴും അപകടമുണ്ടായപ്പോൾ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ തന്നെ പറയുന്നുണ്ട്, ടൈം ടു സെക്കൻഡ്സ് ഇങ്ങനെ നിങ്ങൾ മോണിറ്റർ ചെയ്യണം. അങ്ങനെ മോണിറ്റർ ചെയ്യും ഇവിടെ നടന്നിട്ടുണ്ടോ? MSC 1971 സ്വിറ്റ്സർലൻഡിൽ തുടങ്ങിയൊരു കമ്പനിയാണ്. ഇന്ന് ലോക ചരക്ക് വ്യാപാരത്തിനകത്തിലെ ഏറ്റവും മേജർ ഷിപ്പിംഗ് കമ്പനിയായിട്ട് അവർ മാറി. അത്രയും ഹസാർഡസ് ആയിട്ടുള്ള സബ്സിഡൻസ് ഉണ്ടെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അല്ല, ഹസാർഡസിനകത്തിലെ എല്ലാം പൊട്ടത്തിൽ. ഒരു കപ്പൽ മുങ്ങിയപ്പോൾ 1000 കോടി രൂപ. അടുത്തൊരു കപ്പലിനകത്തിലേക്ക് ഈ പറയുന്നത് എൻവയോൺമെൻറ്റിനെ നമ്മളെ ബാധിക്കുന്നു, എക്കോണമിയെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അതായത് പോർട്ട് വളർന്നാൽ എക്കോണമി ഷൂട്ടപ്പ് ചെയ്യും, പോർട്ട് ഡിസാസ്റ്ററിലേക്ക് പോയാൽ എക്കോണമി റിവേഴ്സ് പോകും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം പോർട്ട് നാടിന് സമർപ്പിക്കപ്പെട്ടതിന് പിന്നാലെ അടുത്തടുത്ത ദിവസങ്ങളിലായി കേരള തീരത്തുണ്ടായ 2 കപ്പൽ അപകടങ്ങൾ വലിയ ചോദ്യങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. ഇത് വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി, തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ബോധപൂർവം ചെയ്തതാണ്? ഇതുമൂലമുണ്ടാകുന്ന പ്രകൃതിപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ഏതെങ്കിലും സാധ്യതകളെ തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമോ? നമ്മുടെ മത്സ്യസമ്പത്തിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഒട്ടേറെ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒപ്പം തന്നെ നിയമവശങ്ങളുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് പ്രതികരിക്കുവാനായി ചേർന്നിരിക്കുന്നു മാരിടൈം എക്സ്പേർട്ട് ശ്രീ നാണു വിശ്വനാഥൻ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന 2 കപ്പൽ അപകടങ്ങൾ മോശമായി ബാധിക്കുമോ? അതുപോലെ തന്നെ ആരെങ്കിലും ഇത് ബോധപൂർവം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് അങ്ങ് കരുതുന്നത്? ഓക്കെ, ആദ്യത്തെ നിങ്ങളുടെ ഒരു സംശയം, അത് ഒരു പക്ഷെങ്കിൽ മാധ്യമപ്രവർത്തകർക്കും സാധാരണ ഈ സമൂഹത്തിനകത്തിൽ മൊത്തത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു സംശയമാണ്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മെയ് മാസം 2-ാം തീയതിയെ ഇന്ത്യ അല്ലെങ്കിൽ നാം കണ്ടത് ഇന്ത്യയുടെ ഒരു സുദിനം, ഇന്ത്യൻ മാരിടൈം ചരിത്രത്തിലെ സുദിനം. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന, ഇന്ത്യയുടെ ഏറ്റവും അധികം സമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നായിരുന്നു ട്രാൻസ്ഷിപ്മെൻറ്റിലൂടെ. അതിന് ഒരു പരിഹാരമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ, ഇപ്പോൾ MSC ഐറന എന്ന് പറയുന്ന കപ്പലും നമ്മളുടെ ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ കണ്ടെയ്നറൈസ്ഡ് കപ്പൽ അല്ലെങ്കിൽ കണ്ടെയ്നറൈസ്ഡ് വെസലാണ് അതുവരെയും എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മെയ് 2-ാം തീയതി കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചരിത്രം ഒരു മാസക്കാലം എടുക്കുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് 2 അപകടം. 1, ഒരു കപ്പൽ മുങ്ങുന്നു. 2, ഒരു കപ്പൽ കത്തുന്നു. അല്ലെന്നാൽ അതിലെ കണ്ടെയ്നർ, കപ്പൽ കത്തുന്നു എന്നല്ല, കണ്ടെയ്നർ കത്തുന്നു. ഈ 2 സാഹചര്യം ഒരിടത്ത് നിൽക്കുകയും വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന ആ വിഷയം ചരിത്രപരമായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിനകത്തിലെ വാദപ്രതിവാദങ്ങൾക്കും നിരവധി തരത്തിലുള്ള സമരങ്ങൾക്കും അവസരമുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ വാദപ്രതിവാദങ്ങൾ അന്ന് നിലനിൽക്കുമ്പോൾ തന്നെ നാം പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ തുറമുഖത്തെ തുരങ്കം വെക്കാൻ അല്ലെങ്കിൽ നമ്മളെ തുറമുഖം സക്സസ് ആകാതിരിക്കുവാൻ വേണ്ടി വിദേശ ശക്തികൾ പല പോർട്ടുകളുടെയും അയൽ രാജ്യങ്ങളുടെയും ഒക്കെ പേരുകൾ നമ്മളുടെ ഇടയിൽ ഉയർന്നു വന്നിരുന്നു. ഈ പോർട്ട് വരുന്നതിന് ടൂറിസം ലോബി, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഷിപ്പിംഗ് ലോബികളൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അത് കഴിയുമ്പോഴാണ് നമ്മളുടെ പോർട്ട് സക്സസ്സായി, അതായത് എല്ലാ പാർട്ടും ഒരേ സമയത്ത് കമ്മീഷൻ ചെയ്തില്ല, അതിൻ്റെ 2 ബർത്ത് സക്സസ്സായി. ആ സക്സസ്സായി നമ്മൾ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു, ഏറ്റവും വലിയ വെസലുകൾ ഉൾപ്പെടെയുള്ള വരുന്നു എന്നുള്ള സാഹചര്യത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2 അപകടമുണ്ടാകുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലേക്കൊരു ഭീതി, ഒരു ചോദ്യചിഹ്നം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇനിയും ഇതൊരു പർപ്പസ്ഫുള്ളായിട്ടാണോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്ക് അല്ലാതെ സംഭവിച്ചതാണോ, സംശയകരമായ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒറ്റ വാക്കിലോ ഒരു വ്യക്തിക്കോ പറയാൻ പറ്റുന്ന ഉത്തരമല്ല. ഓക്കെ, ഒരു വെസൽ ഒരു പോർട്ടിൽ നിന്നും വേറെ ഒരു പോർട്ടിലേക്ക്, അത് ഡൊമസ്റ്റിക് ട്രാൻസ്പോർട്ടേഷനിലായാലും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനിലായാലും പോകുമ്പോൾ അതിൽ നിരവധി ഫാക്ടേഴ്സുമായിട്ടാണ്. കാരണം വെസൽ അല്ലെ കപ്പൽ പോകുന്നത് പാസഞ്ചേഴ്സും കാർഗോയുമായിട്ടാണ്, അല്ലെങ്കിൽ കാർഗോ സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇത് കണ്ടെയ്നേഴ്സിനാകുമ്പോൾ കണ്ടെയ്നർ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു വെസലിൽ പല ടൈപ്പ് ഓഫ് കാർഗോ ഉണ്ട്. ജനറൽ കാർഗോ,
പെരിഷബിൾ കാർഗോ, ഹസാർഡസ് കാർഗോ, ഹൈ വാല്യൂ കാർഗോ, ബ്രേക്കബിൾ കാർഗോ, അങ്ങനെ നിരവധി ടൈപ്പ് ഓഫ് ഡിപ്പെൻഡൻ്റ് ഒക്കെ കാർഗോ അതിലുണ്ട്. ഈ കാർഗോ കയറ്റിവിടുന്ന ആൾക്കാരെയാണ് നമ്മൾ എക്സ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഷിപ്പേഴ്സ് ഇൻ്റർനാഷണൽ ട്രേഡിൽ വിളിക്കും, അല്ലെങ്കിൽ ഇമ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാർഗോ ഒരിടത്തുനിന്ന് പ്ലാൻ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള കണ്ടെയ്നർ എടുത്ത് നേച്ചർ ഓഫ് കാർഗോയുടെ സ്വഭാവം, ആ കാർഗോയുടെ സ്വഭാവം അനുസരിച്ച് കണ്ടെയ്നർ സെലക്ട് ചെയ്ത് അതിൽ കാർഗോ സ്റ്റഫ് ചെയ്ത്, അപ്പോഴാണ് ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന വലിയൊരു ക്വസ്റ്റ്യൻ, ഡേഞ്ചറസ് ഗുഡ്സ് ആയിട്ടുള്ള ഹസാർഡസ് കാർഗോ ആയിട്ടുള്ള കാർഗോ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെയും നമുക്ക്, അതായത് ഇതൊരു ചെറിയ ടോപ്പിക്കല്ല, അവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടെയ്നർ സ്റ്റഫ് ചെയ്യുമ്പോൾ കണ്ടെയ്നറൈസേഷൻ ഇൻ്റർനാഷണലിൻ്റെയും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെയും നിയമമുണ്ട്. ഒരു കണ്ടെയ്നറിനകത്തിലെ ഇത്ര മെട്രിക് ടൺ കാർഗോയെ സ്റ്റഫ് ചെയ്യാവും അല്ലെങ്കിൽ ലോഡ് ചെയ്യാവും. അതിനെയാണ് ആ പറയുന്ന കണ്ടെയ്നറിനകത്തിലെ പേലോഡ് എന്ന് വിളിക്കും. അപ്പം അത് കൃത്യമായിട്ട് ആ കാർഗോ സ്റ്റഫ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണോ, അതിന് VGM, വേരിഫൈഡ് ഗ്രോസ് മാസ്, അതിൻ്റെ എത്ര അതിനകത്ത് വെയിറ്റ് ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടോ, അതിനുശേഷം ആ കണ്ടെയ്നർ നമ്മൾ പോർട്ടിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡിക്ലറേഷൻസ് ഉണ്ട്. കാരണം ക്യാപ്റ്റൻ കാണുന്നില്ല കണ്ടെയ്നറിനകത്തിൽ എന്താ ലോഡ് ചെയ്യുന്നത്, വെസൽ ഓപ്പറേറ്റേഴ്സ് കാണുന്നില്ല എന്താ ലോഡ് ചെയ്യുന്നത്. ഡിക്ലറേഷൻ വരുന്നത് ഈ എക്സ്പോർട്ടറുടെ അല്ലെങ്കിൽ ഷിപ്പറുടെ ഭാഗത്തു നിന്നാണ്. അവർ ആ കണ്ടെയ്നറോ അല്ലെ കാർഗോയോ പോർട്ടിലെത്തിച്ച് അവിടെ കസ്റ്റംസ് എല്ലാത്തിലും ഇൻസ്പെക്ഷനും നടക്കുന്നില്ല. ഇതൊരു വലിയ പ്രോസസ്സാണ്. എന്നിട്ടാണ് ഈ കണ്ടെയ്നർ ഇതിലേക്ക് ഷിപ്പയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഷിപ്പയിലേക്ക് കൊടുക്കുമ്പോൾ ഇത് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ഒരു വെസലിൽ കണ്ടെയ്നർ സ്റ്റാക്ക് ചെയ്യുവാണ്, ഒന്നിന് മുകളിൽ അല്ല ലോഡ് ചെയ്യുവാണ്, എളുപ്പം മനസ്സിലാക്കാൻ. അപ്പോൾ അതിൻ്റെ സ്റ്റാക്കിംഗ് പ്രോസസ്സ് സയൻറ്റിഫിക്കലി ആയിരുന്നു, ആ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ടായിരുന്നു, അതിൻ്റെ ലാഷിങ്ങും സെക്യൂറിങ്ങും വളരെ പ്രോംപ്റ്റായിട്ടാണോ നടന്നത്, അത് വേറൊരു ടോപ്പിക്കിലേക്ക് വരും. വെസല് സീവർത്ത്, അതായത് സീവർത്ത് അല്ലാത്ത, അതായത് കടലിൽ കൂടെ പോകാനുള്ള തരത്തിലേക്കുള്ള ഇതിനൊരുപാട് പ്രിക്കോഷണറിയും അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള നോംസ് ഉണ്ട്. നമുക്കൊരു വാഹനം, അതായത് നമ്മളിപ്പോൾ ഈ കപ്പലിൽ കണ്ടെയ്നറുകൾ അടുക്കി വെക്കുന്നതിന് കൃത്യമായ മാർഗ്ഗരേഖയുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വെയിറ്റും അതിൻ്റെ സ്വഭാവവും അനുസരിച്ച് വേണം അത് ചെയ്യാൻ, അല്ലേ? തീർച്ചയായിട്ടും. അതിനകത്ത് ബാലസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാലൻസ്, വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതിപ്പോൾ നമുക്ക് ഈസി. നമ്മളൊരു കരയിൽ കൂടെ പോകുന്നൊരു വാഹനത്തെ തന്നെ അതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് അല്ല എങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം, അതിൻ്റെ അലൈൻമെൻറ്റ് ഓക്കെ, അതിൻ്റെ നെഗ്ലിജൻസി അതിനകത്ത് സംഭവിക്കാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം. അതേ തരത്തിൽ തന്നെ നാം, അതായത് നമ്മൾ കടലും കപ്പലും ഒക്കെ കണ്ടിട്ട് പേടിച്ച് നിൽക്കാതെ ആ ലോജിക്ക് നമ്മൾ ഇവിടത്തേക്കൊന്ന് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ട് ഒരു നെഗ്ലിജൻസി ഉണ്ടായാലും അപകടം ഉണ്ടാകാം. ഇവിടെ ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാവിഗേഷൻ എന്ന് പറയുന്ന ക്യാപ്റ്റനോ അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റി ആയിട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറായിട്ടുള്ള ഡെക്കും, അതായത് രണ്ട് സൈഡും മാനേജ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓഷ്യൻ ആ പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസിൽ അല്ലെങ്കിൽ ഈ വെസൽ പോകുന്ന സ്ഥലത്തേക്ക് എങ്ങനെയായിരുന്നു? കാർഗോ നാം സ്റ്റാക്ക് ചെയ്തപ്പോൾ ആ കാർഗോയുടെ നേച്ചർ അനുസരിച്ച് അപകടമുണ്ടാകാത്ത തരത്തിലേക്ക്, കാരണം ചില കാർഗോകൾ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാൻ പറ്റും. അവിടെ ക്യാപ്റ്റനെയോ നാവിഗേഷൻ ഓഫീസറെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ടായിരിക്കും അവരും ചെയ്യുന്നത്. അവരിതെല്ലാം തുറന്നു നോക്കുന്നില്ല. ഇനിയും ഈ ഷിപ്പെ തന്നെ കണ്ടെയ്നർ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞല്ലോ, ജനറൽ പർപ്പസ് കണ്ടെയ്നർ കാണും, റീഫർ, അതായത് ചിക്കന് മട്ടന് പെരിഷബിളായിട്ടുള്ള, അതായത് എപ്പോഴും ചീത്തയാകാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾക്ക് കൃത്യമായ പ്ലഗിങ് ഫെസിലിറ്റീസ് കൊടുക്കണം, കൂളിംഗ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന കൂളിംഗ് സിസ്റ്റം ഇത് മോണിറ്റേർഡ് ആണോ? ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ കാർഗോ, അതായത് പലപ്പോഴും അപകടമുണ്ടായപ്പോൾ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ തന്നെ പറയുന്നുണ്ട്, ടൈം ടു സെക്കൻഡ്സ് ഇങ്ങനെ നിങ്ങൾ മോണിറ്റർ ചെയ്യണം. അങ്ങനെ മോണിറ്റർ ചെയ്യും ഇവിടെ നടന്നിട്ടുണ്ടോ? ഷിപ്പിൻ്റെ പറഞ്ഞല്ലോ ക്വാളിറ്റി എങ്ങനെയായിരുന്നു, മറ്റെന്തെങ്കിലും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടോ? അതായത് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത് ഒരാൾ പറയേണ്ട ഒരു അഭിപ്രായമല്ല. നിരവധി പരിശോധനകൾ കൃത്യമായി ഒരു ഹ്യൂമൻ ബോഡിക്കകത്തിലേക്ക് ഒരു സീരിയസ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഒരു മെഡിക്കൽ ബോർഡ് കൂടുന്ന മാതിരി തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക്, കാരണം ഓരോരുത്തർ ലോജിസ്റ്റീഷ്യൻ്റെ റോളല്ല നാവിഗേഷൻ ഓഫീസറുടെ, അതല്ല മറൈൻ സർവേയുടെ, അതല്ല നേവൽ ആർക്കിടെക്റ്റിൻ്റെ, അതല്ല. അപ്പം ഇങ്ങനെ നിരവധി ഫാക്ടേഴ്സ് ഇതിനകത്തിലേക്കുണ്ട്, ഈ പറയുന്ന ടെക്നിക്കൽ മറ്റു തരത്തിലുള്ള. അപ്പം നമ്മളിതിനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി
സയൻറ്റിഫിക്കായിട്ട് എവിഡൻസ് കളക്ട് ചെയ്ത് അതിനെ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു അഭിപ്രായം അല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ കേവലം അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി പല കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നെഗ്ലിജൻസ് ഉണ്ടാവാം. അതെ അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ബോധപൂർവം അവിടെ കപ്പൽ മുക്കാനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ അത്തരത്തിൽ അവർ ചെയ്യുമോ എന്ന് അല്ല, അങ്ങനെ ഉള്ള ഒരു സാധ്യത വളരെ 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 വിദൂരമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത എംബസിയൊക്കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള ഷിപ്പിംഗ് കമ്പനികൾ എന്നൊക്കെ പറയുന്നവർ അവർക്ക് അത്തരത്തിലേക്കുള്ള ഒരു ലാഭം കൊയ്യേണ്ട ഒരു ഓർഗനൈസേഷൻസ് ഒന്നും അല്ല. പറഞ്ഞു മനസ്സിലായി. അപ്പം നമുക്ക് അങ്ങനെ MSC 1971 സ്വിറ്റ്സർലൻഡിൽ തുടങ്ങിയൊരു കമ്പനിയാണ്. ഇന്ന് ലോക ചരക്ക് വ്യാപാരത്തിനകത്തിലെ ഏറ്റവും മേജർ ഷിപ്പിംഗ് കമ്പനിയായിട്ട് അവർ മാറി. ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ അസറ്റും അതേ തരത്തിലേക്കുള്ള സ്റ്റാഫും മറ്റു തരത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളുമുള്ള ഒരു കമ്പനിക്ക് ഇത് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഇത് മനുഷ്യന് സംശയങ്ങളുണ്ടാകാം, സംശയങ്ങൾ നല്ലതുമാണ്. അതിൽ കൂടെ നമുക്ക് ശരിയും തെറ്റും ഒക്കെ ഒരു പരിധിവരെയും കണ്ടുപിടിക്കാം. പക്ഷേ ശരിയും തെറ്റും അറിയാതെ കുറ്റം പറയാൻ പാടില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ രണ്ടാമത്തെ കപ്പൽ തീ കത്തുന്നു എന്നുള്ളതാണ് വലിയൊരു വിഷയമായിട്ട് വന്നത്. കാരണം എല്ലാവരെയും രക്ഷപ്പെടുത്താൻ എടുത്തുന്ന പ്രോസസ്സിന് പോലും അത് വലിയ തടസ്സമുണ്ടായിട്ടുണ്ട്. കാരണം പല സ്വഭാവത്തിലുള്ള ഗുഡ്സാണ് കൊണ്ടുപോകുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ അത് വേഗത്തിൽ കത്തുന്നതും വളരെ വലിയ രീതിയിൽ ഹീറ്റ് പുറത്തേക്ക് വിടുന്നതുമായിട്ടുള്ള ഗുഡ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഉള്ള നടപടിക്രമങ്ങൾ ഇത്രയും വലിയ കപ്പലുകളിൽ ഉണ്ടാകാറില്ലേ? എന്താണ് അവിടെ സംഭവിച്ചത്? ഓക്കെ, ഞാൻ അതിന് മുമ്പേ എൻ്റെ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഇത് നമ്മുടെ എൻവയോൺമെൻറ്റിന് ത്രട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലേക്ക്. 2025 ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ അതായത് വരാൻ പോകുന്ന സെപ്റ്റംബറിലെ അതായത് മാരിടൈം ഡേയിലെ തന്നെ സ്ലോഗൻ അവർ ഓഷ്യൻ അവർ ഒബ്ലിഗേഷൻ അവർ ഓപ്പർച്യൂണിറ്റി എന്നാണ്. കാരണം 71% വരുന്ന ഓഷ്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് ലോകം മാറുകയാണ്. അപ്പം ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലൂ എക്കോണമിക്കകത്തിലേക്ക് നാം കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓഷ്യനെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനറ്റിനെ മൊത്തത്തിൽ അധികം മുറിവേൽപ്പിക്കാതെ നമ്മൾ അതിനെ ഉപയോഗിച്ച് ജീവിക്കുക, വരും തലമുറയ്ക്കും കൂടെ കൊടുക്കുക. അപ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു കണ്ടെയ്നറിനകത്തിൽ ഇപ്പം നമ്മുടെ വെസലിനകത്തിൽ പോയതിനകത്തിൽ ഡിഫറൻറ്റ് നേച്ചർ ഓഫ് കാർഗോയ്ക്കകത്തിലെ പ്രധാനപ്പെട്ട കാർഗോയ്ക്കകത്തിൽ ഒരുപാട് ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട്. ആണ് നമ്മുടെ മാനിഫെസ്റ്റിനകത്തിലും അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പുറത്തുവിട്ടത്. അപ്പം ഞങ്ങൾക്കറിയാം ആ കണ്ടെയ്നർ ലോഡ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇതിനകത്തിലെ ഈ പറയുന്ന മാനിഫെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ലെറ്റ് എക്സ്പോർട്ട് എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ടെന്നും കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞിട്ടുള്ളതാണെന്നും കണ്ടെയ്നറിനകത്ത് കൊമേഴ്സ്യൽ ഇൻവോയ്സ് ഉണ്ടെന്നും പാക്കിംഗ് ലിസ്റ്റ് ഉണ്ടെന്നും. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഇതിനകത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാം. എങ്കിൽ പോലും ഈ എല്ലാ ഡീറ്റെയിൽസും ഈ പറയുന്ന കാർഗോയുടെ ഉണ്ട്. അപ്പോൾ ഈ കാർഗോ അത് കൊണ്ടുപോകുന്ന കണ്ടെയ്നർ, അതിനകത്ത് ഇത് പുറത്തേക്ക് വരുന്ന വാതകങ്ങൾ, അതിൽ നിന്നും വരുന്ന ഓയിലുകൾ, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കാർഗോകൾ അത് തീർച്ചയായിട്ടും ഒരു ഓഷ്യനിൽ ഇപ്പം നമ്മുടെ അവിടെ എവിടെയാണെങ്കിൽ പോലും ഇത്തരത്തിലേക്കുള്ള കാർഗോ സ്പ്രെഡ് ആകുമ്പോൾ എൻവയോൺമെൻറ്റിനെ അത് ബാധിക്കും. ആ ഫിഷറീസ് കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രജനനത്തെ ബാക്കിയൊക്കെ ഡിപ്പെൻഡ് ആ നേച്ചർ ഓഫ് കാർഗോയുടെ സ്വഭാവം അനുസരിച്ചിട്ട് അത് ബാധിക്കും എന്നുള്ള കാര്യത്തിനകത്തുണ്ട്. അതിപ്പം സംഭവിച്ചു. ഇനി നമുക്ക് അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക. അത് അഫക്റ്റഡ് പാർട്ടീസ് ഉണ്ട്. നമ്മുടെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി, നമ്മളുടെ കോസ്റ്റൽ കമ്മ്യൂണിറ്റി, നമ്മളുടെ കോസ്റ്റൽ ടൂറിസം, സ്റ്റേറ്റിനുണ്ടാകുന്ന എക്കോണമി, നമ്മുടെ നാട്ടിൽ നിന്നുമുള്ള പലപ്പോഴും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഫിഷും ബാക്കിയൊക്കെ അലൈഡുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ അപ്രഖ്യാപിതമായിട്ടാണെങ്കിൽ പോലും പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം പറയത്തില്ലയോ, ആരും മത്സ്യം മേടിക്കാൻ അത്രയും കൂടി താല്പര്യം കാണിക്കുന്നില്ല. ഉണക്കമീൻ അല്ലെങ്കിൽ ഡ്രൈ ഫിഷാണ് എല്ലാവരും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. സോ ലോകത്തെല്ലായിടത്തും ഹ്യൂമൻ ബീങ്സ് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കകത്തിലെ നേച്ചറിനെയും ബാധിക്കും, ടോട്ടൽ ഹ്യൂമൻ ലൈഫിനെയും ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇല്ലാതായി പോകും എന്നുള്ളതല്ല, ഇത് ഡെഫിനറ്റായിട്ട് അതിൻ്റേതായിട്ടൊരു ഡെൻസിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും അത് പെർസിസ്റ്റ് ചെയ്യുന്നത്. എത്ര നാൾ നീണ്ടു നിൽക്കും ഇത് തെളിഞ്ഞു വരാൻ അല്ലെങ്കിൽ ഇത് ക്ലിയർ ആവാൻ എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലയോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യുമ്പം തന്നെ ദർ ഇസ് എ ചാൻസ് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, ഡിസാസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ് ഉണ്ടാകാൻ വേണ്ടി പോർട്ട് എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ നാം ഡെവലപ്പ് ചെയ്യുമ്പോൾ സമാന്തരമായി ഡെവലപ്പ് ചെയ്യേണ്ട
എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട, അവയർനെസ് കൊടുക്കേണ്ട, മാരിടൈം കൾച്ചർ ഡെവലപ്പ് ചെയ്യേണ്ട ഒരുപാട് പ്രോസസ്സും ആവശ്യമായിട്ട് വരുന്നത്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോൾ ഈ അഫക്റ്റഡ് പാർട്ടീസ്, ഈ ഫിഷർമൻ കമ്മ്യൂണിറ്റി, തീരദേശവാസികൾ, നമ്മുടെ സ്റ്റേറ്റിന് തന്നെയും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ളത് ഒരു നിയമവശം കൂടിയാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ദി അഫക്റ്റഡ് പാർട്ടി ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഫിഷർമാനും നമ്മുടെ സ്റ്റേറ്റിനും നമ്മുടെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്കുണ്ട്. ഇത് കൂടാതെ ഇതിനകത്ത് എഫക്റ്റഡ് പാർട്ടീസ് ഉണ്ട്. കാർഗോ കയറ്റി വിടുന്ന എക്സ്പോർട്ടേഴ്സ്, അതെ, കാർഗോ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇമ്പോർട്ടേഴ്സ്, പറഞ്ഞു മനസ്സിലായി. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തിലേക്ക് വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുള്ള ഫ്രൈറ്റ് ഫോർവേഡിങ്, NVOCCL, നോൺ വെസൽ കാർഗോ ഓപ്പറേറ്റിംഗ് കമ്പനീസ്, ഓക്കെ, ഷിപ്പിംഗ് ലൈൻ, ഷിപ്പിംഗ് കമ്പനികൾ, അങ്ങനത്തെ ഒരു സംഭവം. ഷിപ്പ് മുങ്ങുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക്, നമ്മുടെ ഒരു വണ്ടി മുങ്ങുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനകത്തിലേക്ക് വരുമ്പോൾ ആ ഷിപ്പ് ഓണർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കയറ്റി വിടുന്ന പല റോ മെറ്റീരിയൽസും മറ്റൊരു സ്ഥലത്തേക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ പല മെറ്റീരിയൽസും കാർഗോയും മറ്റൊരു സ്ഥലത്ത് റോ മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ അവർക്കത് കിട്ടാതെ വരുന്ന സമയത്തുണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരുപാട് പേരാണ്. രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം, അങ്ങനെ ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റിനുള്ള പ്രശ്നം, ഇത് ഒരുപാട് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം ഇതിപ്പം ഇപ്പോഴല്ല, ഞാനൊരു 100 വർഷത്തിന് മുമ്പേ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇയർലി ആയിട്ടുള്ള ഒരു കാര്യം തൊട്ട് ഞാൻ അതിനകത്തിലേക്ക് ഒരു എക്സാമ്പിൾ കൊണ്ടുവരാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1919 ടൈറ്റാനിക് ഷിപ്പ് അപകടത്തിൽപ്പെടുന്നത്. ആ ടൈറ്റാനിക് ഷിപ്പ് അപകടത്തിൽപ്പെട്ടപ്പോൾ നാം കണ്ടതാണ്, കടലെന്ന് പറയുന്ന മഹാപ്രതിഭാസത്തിൽ കിടന്ന് വെള്ളത്തിൻ്റെ നടുവിൽ കിടന്നുകൊണ്ട് സ്വീറ്റ് വാട്ടറിന് പോലും ആൾക്കാർ അല്ലെങ്കിൽ വെള്ളത്തിന് പോലും പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്നും ആണ് ഈ പറയുന്ന ഷിപ്പിങ്ങിൻ്റെ നമുക്ക് കുറച്ച് മുമ്പിലത്തെ ഒരു ചരിത്രം എടുക്കാൻ. അതിന് മുമ്പെയൊക്കെയുള്ള നോഹയുടെ പെട്ടകം തൊട്ട് ചരിത്രം പഠിച്ചാൽ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്, എങ്കിൽ പോലും ഞാനത് പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള ഓരോ അപകടങ്ങളും അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള നമ്മുടെ എക്സ്പീരിയൻസുമാണ് നമ്മളെ പുതിയ തരത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് യുണൈറ്റഡ് നാഷൻ്റെ കൺവെൻഷൻ ഓഫ് ലോ ഓഫ് സീ എന്ന് പറയുന്ന അൺക്ലോസ് എന്നും അല്ലെ UN ക്ലോസ് എന്നുള്ള തരത്തിൽ ലോകരാജ്യങ്ങൾ ഇതിനെ ഫ്രെയിം ഔട്ട് ചെയ്തു. എങ്ങനെ കടലിനെ ഉപയോഗിക്കണം, കടലിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ എങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ അൺക്ലോസ് അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷൻ്റെ കൺവെൻഷൻ ഓഫ് ലോ ഓഫ് ദ സീ വന്നു. അത് കഴിഞ്ഞപ്പോൾ ആ കടലിനകത്തിലേക്ക് സേഫ്റ്റി, അതായത് ഇതെല്ലാം നോക്കുന്നത് UN കീഴിലുള്ള ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനാണ്. ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ലോകരാജ്യങ്ങളെ സംഘടിപ്പിച്ചിട്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ, ഇപ്പോൾ അതിൽ 176 മെമ്പർ കൺട്രീസ് ഉണ്ട്, അവരെ സംഘടിപ്പിച്ച് കൺവെൻഷനായിട്ടും ട്രീറ്റികളായിട്ടും ഇതിനെ നിയമങ്ങളുണ്ടാക്കുന്നു. അത് കടലിൽ വരുന്നതിനകത്തിലെ സേഫ്റ്റി, അതാണ് സോളാസ് എന്ന് പറയുന്നപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കടലിൽ കൂടെ നമ്മൾ പോകുന്നതിനകത്തുള്ള സീഫേഴ്സ്, അവർക്കുണ്ടാകുന്ന കാര്യങ്ങളെ മാരിടൈം ലേബർ കൺവെൻഷൻ കൊടുത്തിരിക്കുന്നു. കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൊള്യൂഷൻ, മാർപോൾ, ഓയിൽ പോൾ, അത് മറ്റൊരു തല എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനകത്തിലേക്ക്. അപ്പം കടലിൽ കൂടെ ഗുഡ്സും ബാക്കി കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാരേജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന കാര്യത്തെ എങ്ങനെ നേരിടാം. അപ്പോൾ ഈ ഓരോ കാര്യത്തിനും അതിനാവശ്യമായിട്ടുള്ള, ഇപ്പം നമ്മൾ കടലിൽ വെച്ചുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ഇഷ്യൂസുകളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സീഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്, കാർഗോ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, വെസലുമായിട്ട് ബന്ധപ്പെട്ടത്, സാൽവേജ്, ടോവേജ്, അങ്ങനെ ഷിപ്പിങ്ങിനകത്തിലേക്കുള്ള എൻവയോൺമെൻറ്റ് അല്ലെ പൊള്യൂഷൻ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്, അല്ലെങ്കിൽ ലോകതലത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നാം മാരിടൈം ലോ എന്ന് പറയുന്നത്. ആ മാരിടൈം ലോയിൽ തന്നെ മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള ഓരോ രാജ്യങ്ങൾക്കും നമുക്ക് നമ്മുടെ രാജ്യത്തിനൊരു നിയമമുണ്ട്. അതിനെയാണ് നാം ഡൊമസ്റ്റിക് ലോ എന്നും മറ്റ് ഇൻ്റർനാഷണൽ ലോ എന്നുള്ള തലത്തിലേക്കും വരുന്നത്. ആ ഡൊമസ്റ്റിക് ലോയിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2017 അഡ്മിറാലിറ്റി ജൂറിഷൻ ലോ നമുക്ക് ആക്ട് നമുക്കുണ്ട്. ആ അഡ്മിറാലിറ്റി ആക്ട് അനുസരിച്ചിട്ടാണ് നാം അത് പോകുന്നത്. ഒപ്പം യുണൈറ്റഡ് നാഷൻ്റെ കൺവെൻഷൻ ഓഫ് ലോയ്ക്കകത്തിൽ അല്ലെ സി എന്നുള്ളതിനകത്തിൽ ഓഷ്യനെ എങ്ങനെ ഗവേണൻസ് നടത്തണം എന്നുള്ളത് അതിൻ്റെ ജൂറിസിഷൻ വെച്ച് തിരിച്ചു. ഒരു രാജ്യത്തിൻ്റെ ബേസ് ലൈൻ, അതായത് ബേസ് ലൈൻ എന്നുള്ളത് തീരദേശമൊന്നല്ല, ഞാനൊരു ലേമാന് മനസ്സിലാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് ലൈനിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയും രാജ്യത്തിൻ്റെ ഭാഗമാണ്. രാജ്യത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ നമ്മുടെ നിയമങ്ങൾക്ക്, നമ്മുടെ എവിഡൻസ് ആക്ട്, നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ, നമ്മളുടെ പീനൽ കോഡ്, ഇതെല്ലാം അവിടെ അട്രാക്റ്റീവാണ്. ദാറ്റ് മീൻസ് ആ 12 നോട്ടിക്കൽ മൈൽ. അത് കഴിഞ്ഞിട്ട് വരുന്ന, അതായത് 24 നോട്ടിക്കൽ മൈൽ വരെ എന്ന് പറഞ്ഞാൽ കണ്ടിജീസ് സോണായിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മുടെ കസ്റ്റംസിനും ബാക്കിയുള്ള 200 നോട്ടിക്കൽ മൈൽസ് എന്ന് പറയുന്നത് ആ രാജ്യത്തിന് അവിടെ വരെയുള്ള
റിസോഴ്സുകളെ അവിടുന്ന് എക്സ്പ്ലോർ ചെയ്യുക. അവിടെയാണ് നമ്മൾ റിഗ് അല്ലെങ്കിൽ മിനറൽസും മെറ്റൽസും മറ്റു തരത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഓരോ നിയമങ്ങളുണ്ട് ഫിഷർമാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ട് കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെല്ലാം നിയമങ്ങളുണ്ട്. ഇത് കഴിയുമ്പം ഇത് ഹൈസിയ, ഓപ്പൺ സീ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അൺക്ലോസ് ആണ്. പക്ഷേ അപ് ടു 200 മൈൽ നോട്ടിക്കൽ മൈൽ നമ്മളുടെ കൈവശമുണ്ട്. പറഞ്ഞ മനസ്സിലായി. അപ്പം ഈ പറയുന്ന ഓപ്പൺ സീ അല്ലെ ഹൈ സീ 44 കൺട്രി, അതായത് അവർക്ക് കടലില്ല, ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് എന്ന് വിളിക്കും, അവർക്കും അതിനകത്ത് റൈറ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ മാരിടൈം ലോ, അഡ്മിറാലിറ്റി ലോ എന്ന് പറയുന്ന ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിലും രാജ്യതലത്തിലും നമ്മളിത് കൈകാര്യം ചെയ്തത്. സ്റ്റേറ്റിൻ്റെ തലത്തിൽ നമുക്കിതിനകത്തിലും ഉണ്ട്. കാരണം നമ്മുടെ കോസ്റ്റൽ പോലീസിന് 12 നോട്ടിക്കൽ വരെ ക്രിമിനൽ കേസിനകത്ത് ആക്ട് ചെയ്യാം. ഇത് കൂടാതെ 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ളതിനകത്തിൽ നമ്മൾക്ക്, അതായത് നമ്മുടെ രാജ്യം തന്നെ ചില നോട്ടിഫിക്കേഷനിൽ കൂടെ നമുക്ക് ഇടപെടാൻ ചില അവകാശങ്ങൾ തന്നിട്ടുണ്ട്. 200 വരെ ഉണ്ട്. ഇടപെടാൻ അവകാശമുണ്ട്. എല്ലാ കാര്യത്തിനകത്തിലല്ല, നമുക്ക് ഇടപെടാനുണ്ട്. കാരണം നിയമം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ 200 വരെയും വരുന്ന കാര്യത്തിൽ നമുക്ക് ഇടപെട്ട് അതിനാവശ്യമായ എവിഡൻസും ഡോക്യുമെൻസും അതിനാവശ്യമായ ഇൻവെസ്റ്റിഗേഷനും അതിനാവശ്യമായ സർവേയും ഉണ്ടെങ്കിൽ മാത്രമേ അൺക്ലോസിൻ്റെ അല്ലെങ്കിൽ അതിന് ഈ പറയുന്ന മറ്റു തരത്തിലേക്ക് വരുന്ന ഒരു നിയമത്തിൽ നമുക്ക് ക്രോസിലും റീക്രോസിലും നമ്മുടെ എവിഡൻസ് കൃത്യമായിട്ട് വെച്ച് നമുക്ക് പോകാൻ പറ്റും. ലെക്സിക്ക എൻട്രിക്ക് എങ്ങനെയായിരുന്നു? 12 നോട്ടിക്കൽ മൈലിന് അകത്തല്ലായിരുന്നല്ലോ, അതിന് പുറത്തായിരുന്നു. പറഞ്ഞ മനസ്സിലായി. അപ്പം നമ്മൾ നിയമത്തെ കാണുമ്പോൾ ആ പുസ്തകത്തിലെ സെൻറ്റൻസായിട്ട് കാണരുത്, അതിനെ സർക്കംസ്റ്റാൻസസിൻ്റെ ചില കാര്യത്തിനകത്തിൽ കൂടെ നാം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള തരത്തിലേക്ക് ഒരു ഇൻ്റർപ്രിട്ടേഷൻ സയൻസ് കൂടെ നമുക്ക് അതിനകത്ത് ഉപയോഗിച്ചാൽ ഈ പറയുന്ന തരത്തിൽ നമുക്ക് ലോ കൊണ്ടുപോകാം. ഇതിപ്പോൾ ഈ ആദ്യം MSC കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറുകൾ കടലിനടിയിലുണ്ട്. അതൊക്കെ പൊട്ടിത്തെറിക്കുമോ എന്നൊരു ആശങ്കയുണ്ട് ആളുകൾക്ക്. ഇത് ഇനി എപ്പോൾ പൊട്ടിത്തെറിക്കും, അതിൽ ഈ ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ എന്ന് ഒരു പേടിയുമുണ്ട്. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ശാസ്ത്രീയമായിട്ട് നാം ആൻസർ പറയേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ടെയ്നർ, ഏത് കണ്ടെയ്നറാണ് കടലിൽ കിടക്കുന്നത്, അതിലെ നേച്ചർ ഓഫ് കാർഗോ എന്താണ്, അത് വെള്ളം എന്ന സബ്സ്റ്റാൻസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതെന്താണ് സംഭവിക്കുന്നത്, ആ കണ്ടെയ്നറിനകത്തിൽ വെള്ളം കയറുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അത് നമ്മളല്ലാതെ പറയുന്ന ഒരു അഭിപ്രായം, ഈ എന്താ പറയുന്നത്, അപ്പോൾ അത്രയും ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അല്ല, ഹസാർഡസിനകത്തിലെ എല്ലാം പൊട്ടത്തില്ല. അതായത് ഹസാർഡസ്, ഇൻ്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് എന്ന് പറയും, IMDG, അതായത് അതിൻ്റെ UN ക്ലാസ്സുകളുണ്ട്. എല്ലാ ഡേഞ്ചറസ് ഗുഡ്സും, ഇപ്പം വിഷം അത് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ്, അതല്ലേ നമുക്ക് അറിയാമല്ലോ, ആസിഡ് അത് വേറൊരു നേച്ചറാണ്, ചില സാധനങ്ങൾ ദേഹത്ത് വീണ ചൊറിയും, അത് വേറൊരാണ്, ചിലത് എക്സ്പ്ലോസീവാണ്. അപ്പം നമ്മൾ ഹസാർഡസ് കാർഗോ എന്ന് കേൾക്കുമ്പോൾ, ഞാൻ പലപ്പോഴും പല ചർച്ചയിലും കേൾക്കും, ഹസാർഡസ് കാർഗോ എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് പൊട്ടിത്തെറിക്കുന്നത് ആണെന്നല്ല, അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് അത് അപകടം ഉണ്ടാക്കും. ഇപ്പോൾ ആസിഡ് നമ്മുടെ ദേഹത്തേക്ക് ഒരു ശാലം വീണാൽ അതിൻ്റെ നേച്ചർ വേറെ ഒന്നാണ്, പോയിസൺ വേറൊരു തരത്തിലേക്കാണ്, അല്ലെങ്കിൽ മറ്റ് സബ്സ്റ്റൻസ് വേറെ തരത്തിലാണ്. അപ്പം ഇതിനെ UN കൃത്യമായിട്ട് ഇതിനെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം ഇപ്പം ഇവിടുത്തെ തന്നെ ഉള്ളൊരു കാര്യം, ഇപ്പം ഈ ഷിപ്പിൽ കണ്ടെയ്നർ ലോഡ് ചെയ്യുമ്പോൾ, ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് ഡേഞ്ചറസ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ആണെങ്കിൽ ആ കണ്ടെയ്നറിലെ അതിൻ്റെ ഡോറിൻ്റെ അവിടെയും അതായത് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കണം, IMDG ഫോർ എക്സാമ്പിൾ ക്ലാസ് 3 എന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ക്യാപ്റ്റനോ അല്ലെന്നുണ്ടെങ്കിൽ ലോഡിങ്, അതായത് കണ്ടെയ്നർ കൺട്രോളോ അല്ലെങ്കിൽ ലോഡിങ്, പിന്നെ സ്റ്റാക്കിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലോഡിങ് പ്രോസസ്സ് ചെയ്യുന്നവർക്ക് അവർക്ക് ഒക്കെ ഇത് ഡേഞ്ചറസ് ഗുഡ്സ് ആണ്, ക്ലാസ് 3 ആണ്, ഈ സബ്സ്റ്റൻസ് ഇന്ന സ്ഥലത്തെ സൂക്ഷിക്കാവും, അവിടെ അതുമായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ സാധനമുള്ള മറ്റൊന്ന്, അവിടെ നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ടോ ഒന്ന്. ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്നൊരു വെസൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നമ്മൾ ആ പറയുന്ന സീറ്റ് ബെൽറ്റ് ഒന്നും ഇടുന്നില്ല, അതായത് നമ്മൾ വിചാരിക്കും തൊട്ടടുത്തല്ലേ എന്നുള്ള ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ലാഷിങ്ങിലും സെക്യൂറിങ്ങിലും എവിടെയെങ്കിലും ഫെയിലർ സംഭവിച്ചിട്ടുണ്ടോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സബ്സ്റ്റൻസ് പൊട്ടിത്തെറിക്കുകയോ മറിയോ ബാക്കിയൊക്കെ ഉള്ളതിനകത്തിലെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും ആ സ്റ്റാക്കിംഗ് ലിസ്റ്റും കാർഗോയുടെ നേച്ചറും മാനിഫെസ്റ്റും ആ ഓഷ്യൻ്റെ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെ നാം നോക്കിയിട്ട് വേണം ഒരു
ഫൈനൽ റിപ്പോർട്ടിലേക്ക് അത് ഒരാൾക്ക് പറ്റത്തില്ല. അതാണ് ഞാൻ മുമ്പേയും പറഞ്ഞത്, അത് ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ഇതിനൊപ്പം തന്നെ അവർ ചെയ്യുമായിരിക്കണം ഈ കപ്പൽ ഇനി എന്ത് ചെയ്യണം, ഈ മുങ്ങിക്കിടക്കുന്ന കപ്പൽ എന്ത് ചെയ്യണം, കണ്ടെയ്നേഴ്സ് എന്ത് ചെയ്യണം എന്നൊക്കെ അല്ലേ? തീർച്ചയായിട്ടും. അതായത് അത് തന്നെ അന്താരാഷ്ട്ര സാൽവേജ് കൺവെൻഷൻ, ടോവേജ്, അതായത് ഒരു കപ്പലിനെ രക്ഷിക്കാനുള്ള ശ്രമത്തെയാണ് നാം അതിന് ഇപ്പം തന്നെ നമ്മൾ കേൾക്കും സാൽവേജ് വിദഗ്ധർ വന്നു. അപ്പം ഒരു കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് കണ്ടെയ്നർ തീ പിടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടെയ്നർ എടുത്ത് പുറത്ത് കളയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ചെയ്യും. ഇവിടെ അത് അതിനുള്ള അവസരം കിട്ടിയില്ല എങ്കിൽ പോലും അത് അവിടെയാണ് അപ്പോൾ ഉണ്ടാകുന്ന ക്ലെയിമിനെയൊക്കെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നതിന് ജനറൽ ആവറേജ്, ഇതിനെല്ലാം നിയമമുണ്ട് സാൽവേജ് കൺവെൻഷനകത്തിൽ പെടുന്ന. ടോവേജ് എന്ന് പറയുന്നത് ഒരു കപ്പൽ ഒരിടത്ത് മുങ്ങിയാൽ അതിനെ വലിച്ച് ഈ പറയുന്ന കരയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം, അതിനാവശ്യമായിട്ടുള്ള. അപ്പോൾ അതിലിപ്പോൾ ഷിപ്പ് റീസൈക്കിൾ ചെയ്യണം, ഇതിനെല്ലാത്തിനും നിയമങ്ങളുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വിഴിഞ്ഞം ഇവിടെ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വരുന്നുണ്ട്. ചെറിയ കപ്പലുകൾ ഇപ്പോൾ നിരന്തരം ഇനി യാത്ര ചെയ്യും. ട്രാൻസ്ഷിപ്മെൻറ്റുകളായിരിക്കും ഇപ്പോൾ കൂടുതൽ നടക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേരളത്തിൻ്റെ അധികാരികളും എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതലായി പരിചിതമല്ലാത്ത കുറേ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. കൂടുതൽ കപ്പൽ യാത്ര ഇനിയിപ്പോൾ ഉണ്ടാകും. എന്തൊക്കെ തയ്യാറെടുപ്പുകൾ, എന്തൊക്കെ കരുതലുകൾ, എന്തൊക്കെ അറിവുകൾ നമുക്കുണ്ടാകണം? തീർച്ചയായിട്ടും ഇത് കേരളം, അതായത് എല്ലാവിധ മറ്റ് കാര്യങ്ങളും മാറ്റിവെച്ചിട്ട്, പൊളിറ്റിക്കലോ അല്ലെങ്കിൽ മറ്റ് ഈഗോയോ മറ്റു തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് കേരളം പുതുതായിട്ടൊരു ചർച്ചയിലും പുതിയ ഒരു അധ്യായവും എഴുതി കുറിക്കേണ്ട ഒരു സമയമാണിത്. എന്തുകൊണ്ടെന്നാൽ കേരളം ഇന്നൊരു മാരിടൈം സംസ്കാരത്തിലേക്ക് പതുക്കെ വിഴിഞ്ഞം തുറമുഖം ഇവിടെ ഒരു മെഗാ പോർട്ട്, കൊച്ചിയിൽ പോർട്ട് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു മേജർ പോർട്ട്, 10-17 നോൺ മേജർ തുറമുഖങ്ങൾ, അന്താരാഷ്ട്ര കപ്പൽപാതയുടെ അടുത്ത്, അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ വ്യാപാരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ വ്യാപാരത്തിനകത്തിൽ ഇപ്പം തന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിനകത്തിൽ എന്തുമാത്രം ഘടകങ്ങളുള്ളത്. ഓഷ്യനെക്കുറിച്ച് അറിയണം, ഹൈഡ്രോഗ്രാഫിയെക്കുറിച്ചിട്ട് അറിയണം, സർവേയെക്കുറിച്ച് അറിയണം, നാവിഗേഷനെക്കുറിച്ചിട്ട് അറിയണം, പിന്നെ ഷിപ്പ് ടോവേജ് അറിയണം, സാൽവേജിനെ കുറിച്ച് അറിയണം, ഓരോ നേച്ചർ ഓഫ് കാർഗോ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അഡ്മിറാലിറ്റി ജൂറിസ്ഡിക്ഷൻ, ആക്ട് ചെയ്യേണ്ടത് ലീഗൽ, എങ്ങനെ ഇതിൻ്റെ FIR ഉണ്ടാക്കണം, എങ്ങനെ ഫയർ എത്ര. അപ്പോൾ നാം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം, ഇത് ഞാൻ 15-20 വർഷമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്ന് പറയുന്നതാണ്. നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ എല്ലാ മേഖലകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ എക്സ്പേർട്സുകളെ, ഇതിനകത്തിലെ ഡൊമൈൻ നോളജ് ഇല്ലാതെ, ഇപ്പം ഞാൻ പോയിട്ട് MBBSനെ കുറിച്ചിട്ട് സംസാരിച്ചാൽ എനിക്ക് പാരസെറ്റമോൾ എന്ന് പറയാം, ഗൈനക്കോളജി എന്ന് പറയാം, റേഡിയോളജി എന്ന് പറയാം, അതൊക്കെ പറഞ്ഞൊരു വേദിയിൽ സംസാരിക്കാം. പാരസെറ്റമോൾ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കേരളം ചെയ്യേണ്ടത് ഏറ്റവും പെട്ടെന്ന് ഓരോ ഡിവിഷനെയും ക്ലാസിഫൈ ചെയ്തിട്ട് അതാത് ഡിവിഷനകത്തുള്ള എക്സ്പെർട്ടുകളെ വെച്ച് വിപുലമായിട്ടുള്ള ഒരു കമ്മിറ്റി ഇതിനകത്തിലേക്ക് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ യങ്സ്റ്റേഴ്സ്, അവരാണ് നാളത്തെ നമ്മളുടെ ഈ പോർട്ട് വളരുമ്പോൾ നമ്മളുടെ യങ്സ്റ്റേഴ്സിനെ വളർത്തുകയാണ്. അവരാണ് നാളത്തെ പ്രതീക്ഷ. നമ്മളുടെ യങ്സ്റ്റേഴ്സിന് കൃത്യമായ മാരിടൈം എഡ്യൂക്കേഷൻ മൾട്ടിപ്പിൾ സബ്ജക്റ്റിൽ കൊടുക്കണം. അത് കേവലം സർട്ടിഫിക്കറ്റിലായി പോരുത്. അതായത് അവരെ ഈ പറയുന്ന ഇന്ന് കണ്ടേ നമുക്ക് ലോകത്തുനിന്ന് പലരെയും വിളിച്ചുകൊണ്ട് വരേണ്ടി വരുന്നു. അപ്പം അതിന് പകരമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹം ഇതിന് ചെയ്യണം. പൊളിറ്റിക്കൽ നേതൃത്വം ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകണം. കേവലം ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു വാദപ്രതിവാദമോ അല്ല അന്താരാഷ്ട്ര വ്യാപാരം. കാരണം ഇത് ഇപ്പോൾ ഒരു കപ്പൽ മുങ്ങിയപ്പോൾ 1000 കോടി രൂപ, അടുത്തൊരു കപ്പലിനകത്തിലേക്ക് ഈ പറയുന്നത് എൻവയോൺമെൻറ്റിനെ നമ്മളെ ബാധിക്കുന്നു, എക്കോണമിയെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അതായത് പോർട്ട് വളർന്നാൽ എക്കോണമി ഷൂട്ടപ്പ് ചെയ്യും, പോർട്ട് ഡിസാസ്റ്ററിലേക്ക് പോയാൽ എക്കോണമി റിവേഴ്സ് പോകാൻ നാം ആഗ്രഹിക്കുന്നില്ല. അപ്പം അത്യന്തം ആവശ്യമായിട്ട് നാം പ്രൊഫഷണൽസിനെ, ഡൊമൈൻ നോളജ് ഉള്ളവരെ ഇൻഡസ്ട്രിയിൽ എല്ലാ മേഖലയിലും വിന്യസിക്കണം. അത് നീഡ് ഓഫ് ദി അവറാണ്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ടത്. ഈ മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഒരു വിപുലമായ കമ്മിറ്റി രൂപീകരിക്കുക. അത് എല്ലാ എക്സ്പേർട്ടുകളും, ഇതിപ്പോൾ ഒട്ടേറെ
സെഗ്മെൻറ്റ്സ് ഉണ്ട്. ആ സെഗ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ അറിയാവുന്ന എല്ലാ എക്സ്പേർട്സിനെ കൊണ്ടുവരിക, വലിയൊരു ടീമിനെ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുക, പുതിയ തലമുറയെ ഇതിലേക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കരിക്കുലം നമ്മൾ ഇവിടെ ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് നല്ലൊരു വർക്ക് ഫോഴ്സിനെ ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. അതിൽ പൊളിറ്റിക്സ് മാറ്റിവെക്കണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ 2 അപകടം കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. കാരണം ലോകത്തെ കാർഗോ നീക്കത്തിൽ 95% സീ വഴിയാണ് പോകുന്നത്, ജലത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്. അത് അങ്ങനെയാണെങ്കിൽ എന്നേ നമുക്ക് ഇതൊക്കെ നിർത്തേണ്ടി വരുമായിരുന്നു, അപകടം കണ്ടിട്ടാണെങ്കിൽ. എന്തായാലും പ്രതീക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം, വളരെ ശക്തമായി മുന്നോട്ട് പോകാം. പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിടേണ്ട സാഹചര്യങ്ങൾ, നേരിടേണ്ട ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സിനെ നമുക്ക് സജ്ജമാക്കേണ്ടതുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. വളരെയധികം നന്ദി സർ, ഇത്രയും ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.